ആരാണോ? ഉസ്മാനാണോ? എല്ലാരും കൂടെ സംസാരിക്കില്ലേ? നിന്റെ ബർത്ത്ഡേ അല്ലേ? നിന്റെ ബർത്ത്ഡേ അല്ലേ? എന്റെ ബർത്ത്ഡേ അല്ലേ? എന്താ കേട്ടില്ല. പാക്കുവിന്റെ ആണോ? ഓക്കെ. പുതിയ ജന്മം പാക്കുവിന്റെ ഡ്രസ് എടാ നമുക്ക് ഉസ്മാനെ ഒരു കാര്യം പറയാം. നമുക്ക് കേക്കാണ് ഉസ്മാനെ? എടാ ഒന്ന് മിണ്ടാണ്ടിരിക്കടാ. എടാ ഒരുമാതിരി കലവില വർത്താനം പറയല്ലേ? ഓൾറെഡി മുന്നേ പറഞ്ഞാൽ പുറത്തേക്ക് പോകുമ്പോ എല്ലാരും കൂടെ കലവില വർത്താനം പറയുന്നത്. എടാ അത് നമ്മൾ ഓൾറെഡി ഇട്ടുള്ളതാണ്. ഇനി ഇട്ട വന്നൂടെ? അവരെത്ര പേരുണ്ട്? ആരറിയാൻ. ഇപ്പോ MRC നോക്കാം. കാസ്റ്റർ ബിലാൽ ലൈവിൽ ഉണ്ടായിരുന്നു ഇന്ന് ഈവനിങ്. ഉസ്മാനെ, നമുക്കറിയാം നിന്നെ പിടിച്ചോണ്ട് വന്നാൽ നിന്നെ ചോദിക്കാൻ വേണ്ടി ആരും വരത്തില്ല. അങ്ങനത്തെ ഒരു വീട്ടിലാണ് നീ താമസിക്കുന്നതൊക്കെ നമുക്കറിയാം. എന്നാലും വരും. എന്ന് വരും? എപ്പോ വരും? പുതിയ ആൾക്കാരെ നോക്കി വെച്ചിട്ടുണ്ട് നീ വരാൻ. നിന്റെ വിശ്വാസം നിന്റെ രസികട്ട അത്ര അല്ലാണ്ട് എനിക്ക് തോന്നുന്നില്ല വരുന്നു. ഇപ്പൊ അന്നെ ഓസ്ട്രേലിയ എടുത്തതിന് അവര് ചോദിക്കാൻ വരുമോ? ഇപ്പൊ ഗ്യാങ്ങിലുണ്ട്, ഇതിലുണ്ട്, ലൈനപ്പിലുള്ളതല്ലേ? അപ്പൊ അന്നെ ഓസ്ട്രേലിയ എടുത്ത് കഴിഞ്ഞാൽ അവര് ചോദിക്കാൻ വരുമോ? ഉസ്മാൻ അവന്റെ ബർത്ത്ഡേ ആണ്. അവന്റെ ബർത്ത്ഡേ ആണെന്നോ? ഇവിടെ ചാറ്റിലുള്ളവരെന്നെയാണ് പറഞ്ഞത് അവന്റെ ബർത്ത്ഡേ, ഉസ്മാന്റെ ബർത്ത്ഡേ ആണ്, അവൻ ഓസ്ട്രേലിയ എടുക്കണ്ടെന്നുള്ളത്. അപ്പോഴാണ് നമ്മള് അവര് പ്ലെയേഴ്സ് ഇല്ലാത്തല്ലേ, അപ്പൊ നമ്മൾ തന്നെ ആയിട്ട് തന്നെ ബർത്ത്ഡേ വിഷ് ചെയ്യാം. ബർത്ത്ഡേ ഉള്ളവരെ തന്നെ ഓസ്ട്രേലിയ എടുത്തിട്ട് നമുക്കൊന്നും ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മളത് ബർത്ത്ഡേ വിഷയമാക്കിട്ട് ചെയ്യിപ്പിച്ചല്ലോ. ഉസ്മാന്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് നമ്മള് ചാറ്റിലുള്ളവർ പറഞ്ഞ വെച്ചിട്ടാണ് നമ്മള് അവന്റെ ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ അവനെ വെച്ചിട്ട് ഒന്നും ബാഡായിട്ട് ചെയ്യിപ്പിക്കണ്ട എന്നുള്ള ഇതിൽ പറഞ്ഞല്ലോ. എന്താ നിന്നോടൊരു കാര്യം പറയട്ടെ ഉസ്മാനെ, ഉസ്മാനോ എല്ലാ എടുക്കുമ്പോഴേ അപ്പാപ്പന്റെ ഫ്രണ്ടിൽ ചെയ്യിപ്പിച്ചിട്ടാ കൊണ്ടുപോകുന്നത് കഴിപ്പിക്കുന്നൊക്കെ. അപ്പൊ നീ കൈ നീട്ടിക്കോ, മൊയിലുവിന്റെ കയ്യിലോട്ട് നീട്ടിക്കോ. എന്നിട്ട് പറഞ്ഞോ, എന്റെ ഉയരപ്പാപ്പനക്ക് എന്താ ഒന്നുകൂടെ ക്ലിയർ ആയില്ല. ഇനി നമ്മുടെ MRC അപ്പാപ്പൻ ഒരു കുണ്ടയാണ്. വേഗം പറ. നമ്മുടെ കൂടെ ഉള്ള MRC അപ്പാപ്പൻ ഒരു കുണ്ടയാണ്. പെട്ടെന്ന് പറ. നമ്മുടെ കൂടെ MRC അപ്പാപ്പൻ ഒരു കുണ്ടയാണ്.
ഉണ്ടല്ല അത് നമുക്കറിയത്തില്ലായിരുന്നു. അതല്ല ഉണ്ടല്ല പറയുന്നത്. അല്ലെങ്കിൽ ആടോ നീ പറയണ്ട അതാവും കയ്യിൽ നിന്നിട്ടാ പറയും പറയും കിറ്റ ജനിച്ചത് കൊടുത്തൂല പറയും വേഗം പറയും വേഗം പറയും സത്യം പറഞ്ഞില്ലല്ലോ. എന്താ പറയണ്ട? നമ്മുടെ കൂടെ അപ്പാപ്പ ഒരു കുണ്ണാണ് എംആർസി അപ്പാപ്പൻ. അപ്പാപ്പ ഒരു കുഞ്ഞാണ്. എംആർസി അപ്പാപ്പൻ എംആർസി അപ്പാപ്പൻ എംആർസി അപ്പാപ്പ ഒരു കുഞ്ഞാണ്. ഓക്കെ എന്നാ നമുക്ക് ഇവനെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം. എന്തെങ്കിലും പറയണ്ടോ? അല്ല ഈ പറഞ്ഞേക്കടാ. എടാ പിന്നെ ഇന്ന് സിറ്റുവേഷൻ ആണെന്ന് അറിയാ ഉസ്മാൻ എനിക്ക്? അപ്പോ സിറ്റുവേഷൻ ആയിട്ട് എന്റെ ഗ്യാങ്ങിലുള്ളവരൊക്കെ എവിടെ പോയി? ബാക്കിയുള്ളവരൊക്കെ നമ്മള് ബിലാലിനെയാണ് ഹോസ്റ്റ് എടുത്തിരുന്നത്. ബിലാൽ എവിടെ പോയി? ഞാൻ വീണ്ടും പറയാം, നമ്മളിവിടെ ഒന്ന് ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ടാ. ബിലാൽ എവിടെ പോയി? വിചാലെന്തോ തിരക്കിലാണ്. തിരക്കിലാണ്. അപ്പൊ ബാക്കിയുള്ളവരെവിടെ പോയി? തിരക്കിലാണ്. എല്ലാരും തിരക്കിലാണ്. 4 ഇല്ലീഗലോ ഉസ്മാനെ നിന്നെ ഫസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിന്നെ പറഞ്ഞു വിടുമ്പോ ബാക്കി നമ്മളെല്ലാം തിരക്കിനാവുക. ഇത് ചോദിക്കാൻ വന്നേക്കണം, നമ്മളെല്ലാം തിരക്കിലായിരിക്കും. ചോദിക്കാൻ വന്നാൽ നമ്മൾ തിരക്കിലാണ്. എല്ലാരും കൂടെ കിടന്ന് അലക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. റിമൈൻഡർ കൊടുത്തോട്ടെ അവന്. എടാ അടുത്തൊരു ഇല്ലീഗൽ പ്ലെയർ വരുന്നവരാണ് നിനക്ക് അവിടെ സാധനം കാണത്തുള്ളൂ. പിന്നെ ബർത്ത്ഡേ നമ്മള് വിഷ് ചെയ്തപ്പോ നിന്റെ വായിൽ പഴമായിരുന്നു, നിനക്ക് തിരിച്ചു പറയാറില്ലേ ബർത്ത്ഡേ അല്ലെന്ന്? ഞാൻ പറഞ്ഞു നിങ്ങൾ ഒച്ച കൂടുതലായിരുന്നു. എടാ ശരിക്കും എന്റെ ബർത്ത്ഡേ അല്ലേ? ബർത്ത്ഡേ ആണോ? അല്ല എന്റെ ബർത്ത്ഡേ അല്ല. അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല നമ്മളിങ്ങനെ കേട്ടായിരുന്നു ഇങ്ങനെ എന്റെ ബർത്ത്ഡേ ആണ്, അതാണ് വിഷ് ആക്കി. ബർത്ത്ഡേ ഉള്ള ഒരാളെ നമ്മള് പിടിച്ചിട്ട് ഹോസ്റ്റേജ് ആക്കിയിട്ട് നമ്മൾ ഇതാക്കണത് ശരിയല്ലല്ലോ. നമ്മള് 1 മണിക്ക് ശേഷം ഗാങ്ങിന്റെ ഒരു മീറ്റപ്പാണ് നമുക്ക്. നമ്മള് എല്ലാവരും ഒപ്പം പോകും. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും പോകും. 2 മണിക്ക് നമ്മള് ഗാങ് എന്തായാലും നമുക്ക് സംസാരിച്ചിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു അത് ക്യാൻസൽ ആക്കി. ഇന്നത്തെ അതിലും വലിയ പരിപാടിയാണ്. റൈഡിംഗ് ലിസ്റ്റ് കൊണ്ട് പോവാണ്. അപ്പൊ എടാ നിന്റെ കാര്യം കൊണ്ട് എനിക്ക് സഹതാപം തോന്നുന്നുണ്ട്. ഞാൻ കൊടുത്തോട്ടെ, നീ വെൽക്കം ടു. എടാ ഞാൻ ഒരു കാര്യം പറയാം. അല്ല ഉസ്മാനെ നമുക്കറിയാം, എടാ നമുക്കും അറിയാം നിങ്ങൾക്കും അറിയാം നിങ്ങളെ കൂടെ ബാക്കിയുള്ളവർ കയറാത്ത തിരക്കില്ലാത്തവരല്ല, സ്വന്തം ഗ്യാങ്ങിന് നട്ടല്ലാത്തോണ്ടാന്ന്. അതില് യോജിക്കുന്നുണ്ടോ? അല്ലാണ്ട് 35 പേര് ഒരു 35 ഗ്യാങ്ങില് 33 പേര് ഒരുമിച്ച് തിരക്കാവോ? ഇവര് 33 പേര് അല്ല 30 പേരും ഒരുമിച്ച് തിരക്കാവോ? ഒന്ന് ചോദിക്കാനുണ്ട്, ഞങ്ങൾക്ക് അറിയില്ല. അങ്ങനെ 30 പേര് ഒരുമിച്ച് പോകാനുള്ള എന്ത് തിരക്കാണെന്ന് അറിയോ? നമ്മുടെ അതിന്റെ തിരക്കുണ്ട്. നിന്നെ വിളിച്ചില്ല ഈ ഗ്യാങ് ഹൗസിന്റെ നിങ്ങൾ മെമ്പേഴ്സ് എല്ലാം കൂടി മറ്റേ ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ. എടാ ഉസ്മാനെ നിന്റെ കൂടെ റേഡിയോയിൽ ആരുണ്ട്? എന്റെ കൂടെ റേഡിയോ തന്നെയല്ലേ. ആരാള്ള സിറ്റിയിലുള്ളത്? നോക്കട്ടെ. റേഡിയോ ആ നട്ടിലില്ലാത്തവരൊന്നും കേരളത്തിലാണെന്ന് ചോദിച്ചു. ആരൊക്കെയുണ്ട്? ഉസ്മാൻ പാവാണ് അറിയാറ്, അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യിപ്പിക്കുന്നില്ല. നമ്മൾ വേറെ ഒന്നും ചെയ്യിപ്പിക്കുന്നില്ല. നമ്മൾ കക്കൂസ് ചെയ്യിപ്പിക്കാൻ ഷർട്ട് ഊരിട്ടാ വന്നുള്ളൂ. ഷർട്ട് പോലും ഊരിട്ടാ പറഞ്ഞില്ല. അമ്മാരുടെ നാട്ടിലില്ലാത്തവര് കേറൂലല്ലടാ. അല്ല അപ്പൊ ഗ്യാങ്ങില് നിങ്ങള് 2 പേര് വെച്ച് ബാക്കി എല്ലാരും കൂടെ ഗ്യാങ് ഹൗസിന്റെ പണിക്ക് പോയോ? വേണ്ട വേണ്ട. എടാ 2 പേരും കൂടെ ബാക്കിയുള്ളവരൊക്കെ പോയോ ഗ്യാങ് ഹൗസിന്റെ പണിക്ക്? നമ്മള് ഗ്യാങ് ഹൗസ് എല്ലാവരും നോക്കിട്ട് എടാ എന്നെ അപ്പൊ അവിടെ എടുത്ത് വാങ്ങിയതാണോ? ചിലപ്പോ നീ അടുത്ത ആഴ്ച കൂടെ കാണത്തുള്ളൂ. എടാ നിന്നെ 4 കാലിന്റെ ചന്തയിൽ അല്ല നിങ്ങളുടെ ഗ്യാങ്ങില് മെയിൻ അല്ലടാ അപ്പൊ മാലിക്. അപ്പൊ മാലിക്കിന് ഇതല്ലേ വിളിച്ചില്ല? മാലിക്കും ഞാൻ രാവിലെ ഇഷ്ടം പറഞ്ഞു. ഉസ്മാനെ വേറെ എത്ര സ്ഥലത്ത് ഇതുപോലെ പോയിട്ടുണ്ട് ഹോസ്റ്റേജ് ആയിട്ട്? നീ മറ്റേ ഇതാണോ അവരെ ഹോസ്റ്റേജ് ആണോ? അല്ല ഞാൻ ആദ്യമായിട്ട് റീസൺ അല്ല ഞാനൊരു കാര്യം പറയട്ടെ. ഇവര് പറഞ്ഞത് അവർക്ക് വാലിഡ് റീസൺ ഉണ്ടെന്നല്ല പുറത്ത് പരിപാടിക്ക്.
അപ്പൊ ഈ ഗാങ്സിന്റെ പരിപാടി 30 പേര് പോകുന്നത് വാലിഡ് റീസൺ ആണോ? ഭയങ്കര valid ആണ് കേട്ടോ. ഭയങ്കര POV യിൽ മാത്രം അല്ല അത് വാലിഡ് റീസൺ ആണോ? അല്ല അത് വാലിഡ് റീസൺ അല്ലെങ്കിൽ അവര് അതിനുള്ള പുറത്ത് കിട്ടുമല്ലോ. നീ ഒന്ന് AR എടുത്തേ, നിന്റെ കയ്യിലുള്ള AR ഒന്ന് എടുത്തേ. ഒന്ന് എടാ ഒന്ന് 30 പേര് ബർത്ത്ഡേ ആണ് അവന്റെ. കയ്യിലെടുത്തോ? കയ്യിലെടുക്കാനല്ലേ? എടാ ഞാൻ അവനടുത്ത് വീണ്ടും രണ്ടാമത് ഞാൻ അവർക്ക് രണ്ടാമത് ഞങ്ങൾ വീണ്ടും ചോദിച്ചു അവന്റെ ബർത്ത്ഡേ ആണോ ഞങ്ങൾക്ക് വിശ്വാസിച്ച്. അവൻ ബർത്ത്ഡേ എല്ലാം ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഉസ്മാൻ ബർത്ത്ഡേ വിഷ് ചെയ്ത് വന്ന സമയത്ത് അവന് വിഷ് ചെയ്ത് താഴെ ഗ്രൗണ്ടിൽ രണ്ടാമത് വീണ്ടും ചോദിച്ചാൽ ബർത്ത്ഡേ ആണ്. അപ്പോഴും അവൻ ബർത്ത്ഡേ അല്ല എന്ന് പറയുന്നത്. ബർത്ത്ഡേ പറഞ്ഞ അഡ്വാൻസ് ബർത്ത്ഡേ പറഞ്ഞേക്ക് ഡൗട്ട് വേണ്ട. ഉസ്മാനെ ഒരു കാര്യം കേക്കട്ടെ, ഉസ്മാനെ ഗ്യാങ്സ് എങ്ങനെയാ പണിയണേ? ഉസ്മാന്റെ ബർത്ത്ഡേ അല്ല, അവന്റെ ബർത്ത്ഡേ നിങ്ങൾ ചാറ്റ് ചെയ്ത് അവന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്താ അല്ലേ? പുഴമണലാണോ കടൽ മണലാണോ? അങ്ങനെ നിങ്ങളുടെ 30 പേര് വാരാൻ പോയിക്കോ, കടലിൽ പോയി മണല് വരാൻ പോയേക്കോ. അവന്റെ സിമ്പിൾ പറഞ്ഞല്ലോ, അവന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഇപ്പോ 12 അവന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഇതിൽ വന്നേനെ, അഡ്മിൻ വന്നേനെ. അവിടെ ആകെ ബർത്ത്ഡേ വിഷ് മാത്രമേ വന്നുള്ളൂ. ബേസിക് ആയിട്ട് വന്നത്. സത്യം പറയപ്പോ കൂലിപ്പണിക്കാണല്ലേ ഗ്യാങ്ങിൽ ആളെ എടുത്ത് വെച്ചേക്കണേ. നമുക്ക് പറഞ്ഞേക്കാം. അതല്ല, ഇല്ല കൊല്ലുന്നില്ല. ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ ഇവന് പറഞ്ഞു വെച്ചിട്ട് ഇവര് ചോദിക്കാൻ വന്നില്ലെങ്കിൽ അടുത്ത നാളെ അടുത്ത സിറ്റുവേഷൻ പിടിക്കാമല്ലോ. അതെടുക്കാം ജോണിയാ, അതെടുക്കാം. നട്ടലില്ലാത്തവന്മാരുടെ നീ പാത്രം എന്താണ് ഇത് ചെയ്യുന്നത്? നമുക്ക് കണ്ണിച്ചോര ഉണ്ടെന്നും പറഞ്ഞിട്ട്. അല്ല 30 പേര് അല്ല ദൈവം അവിടെ ഉണ്ടെങ്കിലും ഒന്ന് ദൈവം ഒന്ന് വരും. ദൈവം കേൾക്കുന്നുണ്ടെങ്കിൽ അല്ല അത് പുറത്ത് പറഞ്ഞത് ഇതില് അത് അതിപ്പോഴും സ്പാം ചെയ്തോണ്ടിരിക്കണം. കുറെ പേര് ബർത്ത്ഡേ ആണ് പറഞ്ഞിട്ട് അതിനുണ്ടല്ലോ ഐഡിയ ആയിരിക്കും. ബർത്ത്ഡേ ഇതാക്കിട്ട് നമ്മളൊന്നും ചെയ്യത്തില്ല, നമ്മളെ പാവങ്ങളാണ്, കണ്ണിച്ചോരയുള്ളവരാണ്. അവന്റെ കൂടെ ആരാണ് ഉള്ളത് വെച്ചാൽ ആളെ ഫ്രണ്ടി വരാൻ പറയാം. എന്നിട്ട് അവന്റെ കൂടെ പറഞ്ഞോളാം. 30 കൂടുതൽ നിൽക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ കുറെ ആയെന്നാ എനിക്ക് തോന്നുന്നത്. അന്നത്തെയും ഇന്നത്തെയും എല്ലാം കൂടി കൂട്ടി നമുക്ക് പോകണം. MRC കൗണ്ട് അങ്ങനെ പറ്റത്തില്ല. സസ്പെൻഷൻ കിട്ടും കേട്ടോ. അവന് ഇൻഫോർമേഷൻ പറയട്ടെ റേഡിയോയില്. പറഞ്ഞു. എടാ ഈ റേഡിയോയില് വിളിച്ചിട്ട് അതിന്റെ ഗാങ് മെമ്പറിനോട് പിക്ക് ചെയ്യാൻ വരാൻ പറഞ്ഞു. ഗാങ് ഹൗസ് അല്ല മാലിക്ക എന്താ പറയുന്നത്? അത് വീട് കഴിച്ചു വീട് അവൻ തന്നെ പറഞ്ഞ ബർത്ത്ഡേ അല്ല. പിന്നെ ബാക്കിയുള്ള അവൻ ബർത്ത്ഡേ അല്ല എന്ന് പറഞ്ഞ ആള് നമ്മള് വേറെ ആള് ചോദിച്ചാൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? എന്താ എന്തേ മാലിക്ക അന്ന പിക്കാൻ വേറെ ഗാങ്ങോസിനും മൊത്തം വരാൻ പറഞ്ഞു. ഉള്ളില് പറ്റത്തില്ല. എൻട്രൻസ് ഇല്ല പറ്റത്തില്ല. അത് കളി ബർത്ത്ഡേ ഇപ്പോഴെ ചാറ്റ് കിടന്നിട്ട് ഉസ്മാനെ ചോദിച്ചാൽ നമുക്ക് നടന്നോട് സംസാരിക്കാം. ഇഷ്ടമുള്ള ആളെയാണെങ്കിൽ കണ്ണെടുക്കാനില്ല കണ്ണെടുക്കാനില്ല.
അത് കൊച്ചിന് പറഞ്ഞ സാധനം ഇറക്കി വെച്ചില്ല. എടാ ഉസ്മാനെ നമ്മുടെ പരിചയക്കാരൻ അപ്പൊ എന്റെ കണ്ണെനിക്ക് തരുവാടാ. എനിക്ക് കണ്ടില്ല ഏ തരുവാടാ. എന്തുവാടാ എന്താണ് എടാ ഗണ്ണ് എടുക്കണ്ട ഗണ്ണൊന്നും എടുക്കണ്ട ഹോസ്റ്റലിനെ കൊന്നോ? അല്ല അത് വേറെ പ്ലാൻ ചെയ്യുന്ന ഹോസ്റ്റലിൽ കൊടുക്കാൻ നേരത്തെ കത്തിക്കണമെന്ന് ആരാ പ്ലാൻ ചെയ്യുന്നത്? കേൾക്കണോ? റേഡിയോയിൽ കേൾക്കണോ? അങ്ങനെ ഇല്ല മാക്കാച്ചിയൊന്നും അടിക്കണ്ട. നമ്മള് ഹോസ്റ്റലിൽ വേണ്ട കൊല്ലുന്നില്ല. പറയുന്ന മനസ്സിലാക്കുന്നില്ല, കൊല്ലുന്നില്ല. എടാ ഷർട്ടൊന്നും വരണ്ട ഒരു പുതിയൊരു ടീം ഫോം ആയിട്ടുണ്ട് കൊല്ലാൻ വേണ്ടി. പുതിയ ടീം പുറത്ത് ഇരിക്കത്തേ ഉള്ളൂ. എടാ എന്റെ ഗ്യാങ് മെമ്പർ വരാറേ എന്താ ചോദിച്ചത്? എത്തിയോ? ഇനി ആരോട് ഇതാക്കണ്ട. ലിയോ ഓടണ്ട കിട്ടത്തില്ല. അല്ല പക്ഷെ നമ്മള് കൊല്ലുന്നില്ല ഡിസൈഡ് ചെയ്ത മൊയിലും ഞാനും ജോലി പറഞ്ഞിട്ടും അങ്ങനെ കൊല്ലാൻ വേണ്ടിയില്ല. പക്ഷെ കിട്ടത്തില്ല, അത് കിട്ടത്തില്ല. റൂൾ അറിയാന്നുള്ളോണ്ടാ പറയുന്നത്. പിക്കേ വരുന്ന ആളെ അടിക്കാൻ പാടില്ല. ഹോസ്റ്റലിനെ കൊന്നു പറഞ്ഞിട്ട് നമുക്കിതൊക്കെ അറിയാൻ പറ്റും. നിന്റെ ഒരു വാല്യൂ ഉണ്ട്, അത് മിസ്യൂസ് ചെയ്യും. മൊയിലും സംസാരിച്ചോട്ടോ മാലിക്കിന്റെ അടുത്ത്. ഞാൻ സംസാരിക്കാം അല്ല അതോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവന്റെ വാല്യൂ നീ എങ്ങനെ പെട്ട ഉസ്മാന? ഇതുവരെ കേട്ടില്ല. എന്റെ ഫുള്ള് പേരെന്താ ഉസ്മാന? എന്താണ് ഈ ഫുള്ള് പേരല്ലേ ചോദിച്ചിട്ടുള്ളൂ? ലീഡറാ നോക്കൂല. അത് എന്നോട് ചോദിക്ക് പറയും. കൂൾഡൗൺ ഉണ്ടാവും എന്റെ ഒരു ഉദ്ദേശിച്ചൊരു കൂൾഡൗൺ ഉണ്ടാവും. സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ അവരെ ഗ്യാങ് മെമ്പറിനെ ഒരാൾ എടുത്തിട്ട് അവർക്ക് ഹോസ്റ്റ് ചോദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രേ ഉൾപ്പില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യാം? അല്ല അന്ന് പറഞ്ഞില്ല ഇനി ആയാലും വന്ന് ഞാൻ ചോദിക്കാൻ വരും പറയുക എന്നൊക്കെ പറഞ്ഞല്ലോ. ഹലോ അന്നല്ല പറഞ്ഞു. ഹലോ മലി കേക്കണ്ടോ? സൗണ്ട് കുറവാണോ? ശബ്ദം കുറവാ? മാറിക്കിടക്കാം ഇങ്ങനെ ഒരു ദിവസം ഇല്ല പ്രശ്നമുണ്ട്. ഇതെന്ത് പോയ സൗണ്ടൊക്കെ പോയോ? കേൾക്കാം കുറവാന്ന് മാത്രം. അത് കുഴപ്പമില്ല, ഇച്ചിരി കുറവാ അത്രേ ഉള്ളൂ. അത് കുഴപ്പമില്ല. എന്ത് പറ്റിയടാ? ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി? ഗ്യാങ്ങുള്ളവരൊക്കെ എന്താ പരിപാടി അറിയില്ലേ? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ ഒരു ദിനം വരുമെന്ന് വിചാരിച്ചായിരുന്നു എന്തെങ്കിലും? ഞാൻ പ്രതീക്ഷിച്ചില്ല. ജോലി ചെയ്യിപ്പിക്കാറുന്നല്ലേ വല്ലരാത്തിന്റെ ജോലി ഒത്തെടുപ്പിക്കണം. കുറച്ച് ജോലി പെൻഡിങ് ഉണ്ടായിരുന്നു. മറ്റേ നീ എന്താ ഇവിടെ വിശേഷം ചോദിക്കാനാണ് നിക്കുക? മൊയില് സംസാരിച്ചേ. ഇത്രയുള്ള നമ്മള് ഇതേപോലെ വേറെ ഹോസ്റ്റ് എടുത്തിരുന്നു. അപ്പൊ ഇന്ന് ആളില്ലാത്തോണ്ടാണ് ഇതാക്കിയുള്ളത്. അത് എന്താ റീസൺ എന്ന് പറഞ്ഞിട്ട് ഇത്രയും പേര് ഒരുമിച്ച് ഒരു ഗ്യാങ്ങിന്ന്
ലീവ് എടുക്കുന്ന റീസൺ എന്താന്ന് ഇവനോട് ഉസ്മാനോട് ചോദിച്ചാൽ പറഞ്ഞത് മറ്റേ ഗാങ് ഹൗസിന്റെ പണിക്കാണ് 30 പേര് ഒരുമിച്ച് പോയെന്ന് പറഞ്ഞു. 35 പേര്. അല്ല നമ്മള് ഇന്ന് നമ്മള് കേട്ടിരുന്ന ഇതേപോലെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. ഓരും ഇപ്പൊ കാണാനല്ല, നേരത്തെ സിറ്റിയിലൊക്കെ അറിഞ്ഞൂടാ എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും ഈ സ്വഭാവം അത്ര നല്ലതല്ലാതെ പറഞ്ഞേക്കാം അവരുടെ അടുത്ത്. കുറച്ചെങ്കിലും ഒരു സ്വന്തം ഒരു ഗാങ്ങിനോട് ഒരു വാല്യൂ കൊടുക്കണ്ടേ മെമ്പേഴ്സിന്. അതായത് പ്രത്യേകിച്ച് ഉസ്മാനെ ഓസ്ട്രേലിയ വന്നത് സത്യം പറഞ്ഞ നാട്ടില്ലാത്ത പരിപാടി പോയി, അത്രേ പറയുള്ളൂ. അതിപ്പോ മാലിക്കിനും അറിയാം, അപ്പൊ അന്നെ എടുക്കൂല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഇപ്പൊ ഇവർ രണ്ടുപേരായിട്ട് കയറ്റിയിട്ടുള്ളത്. അതെന്തായാലും ആവട്ടെ, അതെന്തായാലും ആവട്ടെ, ഇത്രേ ഉള്ളൂ. അത് ബാക്കി നമ്മള് ഹോസ്റ്റേജിന് എടുത്തിട്ടുണ്ട്. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തോ. അല്ല ബിലാല് മാത്രല്ലല്ലോ ഗാങ്ങിലുള്ളത്. 35 പേരല്ലടാ, അതിൽ 2 പേര് മാത്രമാണ് ഇന്ന് സിറ്റിയിലുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാതെ നമ്മള് ചോറല്ല ഇരുന്നത്. അത്രേ ഉള്ളൂ. അത് ഒരുമാതിരി നിങ്ങള് എന്തായാലും ആവട്ടെ, അത്രേ ഉള്ളൂ. നമ്മളെന്തായാലും ഹോസ്റ്റേജ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. വേറൊരു കാര്യമുണ്ട് മണിക്ക്, നമ്മളിനി തൊട്ട് നമ്മള് ഇത്രയും പേര് ഈ നിമിഷം മുതൽ നമ്മൾ ബിസിയാണ്. ഞങ്ങൾ ബിസിയാണ്. നമുക്ക് കല്ലെറുക്കണം. മതി മതി എന്നാ പോക്കടാ. ഓക്കെ പറ്റുമെങ്കിൽ പുതിയ മൈക്ക് പർച്ചേസ് ഏതാ ഏതാ അത് ചോദിച്ചു. അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ വരുമോ? അല്ലെ ഹോസ്റ്റേജിന് എടുത്തതിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാം. ഏതാ അല്ലെ നാളത്തേക്ക്? അപ്പൊ നാളത്തേക്ക് ഉണ്ടാവോ? എടാ നിങ്ങളുടെ ഗാങ്ങത്തെ ഒരാളെ എടാ നിങ്ങളുടെ ഗാങ്ങത്തെ ഒരാളെ എടുത്തിട്ട് റെസ്പോണ്ട് ഇല്ല. നാളെ കണ്ടിന്യൂ വെക്കാം. നാളെ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഇഞ്ചപ്പണി നാളക്കല്ലേ? അല്ലാതെ ഇവിടെ അത് ഇവിടെ കാർലോ, അതായത് ഇന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെക്കണം എന്താണ്. അതാ എന്താണെങ്കിലും ഓപ്പൺ ഡേ വായോ. എടാ നമ്മൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ഗാങ്ങത്തെ ഒരാൾ നമ്മൾ ഹോസ്റ്റ് എടുത്തു കഴിഞ്ഞാല് ആളുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമ്മളത് ഉള്ള ആളെ വെച്ച് അടിക്കാൻ പോകും. ചാവാണ്ടിരിക്കുക സെക്കൻഡ് കാര്യം. അപ്പൊ ആ ഒരു ഇത് നിങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ പറയുന്നുള്ളൂ. ബാക്കി നിങ്ങളെ ഇഷ്ടം. ആടാ ശരി 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 ശരി. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പേരില്ല. പിന്നെ ദൈവം കേൾക്കണ്ട. ഹലോ ദൈവം, ഹലോ ഹലോ ദൈവം 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 ഇവിടെ ഉണ്ടോ? ഹലോ ഹലോ. അല്ല അവര് ഇപ്പൊ അവരെ ഗാങ്ങത്തെ പ്ലേയേഴ്സിന് റീസൺ പറഞ്ഞു വെച്ചാല് 30 പേര് ഒരുമിച്ച് മറ്റേ ഗാങ് ഹൗസിന്റെ പണിക്ക് പോയി എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് പ്രോപ്പർ റീസൺ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. അഡ്മിൻ എന്ന് പറഞ്ഞ വെച്ചാൽ അവരുടെ റീസൺ ഉണ്ടെന്നാണ് പറഞ്ഞത്. അല്ല അങ്ങനെ റീസൺ അല്ല അതാണ് റീസൺ. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഗാങ് ഹൗസും ഗാങ് വണ്ടിയൊക്കെ ഉണ്ട്. നമുക്ക് ഇതേപോലെ സിറ്റുവേഷൻ അല്ല അവര് സൈഡിൽ നിന്നുള്ള പറഞ്ഞ പ്ലെയർ ആണ് പറഞ്ഞുള്ളത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ 7 പേര് വേണം. അന്ന് ഞങ്ങള് DX ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കിയപ്പോ എനിക്കൊരു കാര്യം പറയാം കേട്ടോ. ഒരുമാതിരി ഹാപ്പി ബർത്ത്ഡേ. റാമ്പൂലും തരുമോ? എന്നാലും കാലിന്റെ ഇടയിലൊക്കെ എന്താ വരന്റെ ഇടയിലെ MRC അല്ലാത്ത ബ്രെയിൻ്റെ കൂടെ അത് ഊരി വെച്ചോ ആവും. അല്ലാണ്ട് പിന്നെ എന്താ ഞാൻ പറയാ ചത്തു അത്രേ ഉള്ളൂ. നമ്മളെ ഗാങ്ങത്തെ ഒരാളെ ഹോസ്റ്റ് ചെയ്തത് നമ്മൾ ഇതേപോലെ ആളില്ല
ഇത് പറഞ്ഞ് നിക്കുവോ? ഉള്ള ആളെ ഉണ്ടാവും നമ്മുടെ കാര്യത്തിൽ നമുക്ക് പറയാനൊന്നും പറ്റില്ല. നമ്മൾ ജയിക്കുന്ന 100% ഉറപ്പാണ് നമ്മൾ അവരെ അടിക്കാൻ അത്രേ ഉള്ളൂ. അടിക്കും അത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുവാണ്, ഹൈറാർക്കി കൊടുക്കണം. അല്ല ഇപ്പൊ ഞാൻ പറയണം, നേരത്തെ പറഞ്ഞത് നേരത്തെ പറഞ്ഞേക്കണം. ഇപ്പഴാ MRC തന്നെ ഓർത്തിരിക്കണം. അന്ന് എനിക്ക് എപ്പോഴും മുട്ടി ഞാൻ ചിലപ്പോൾ നേരത്തെ നെറ്റിൽ കണക്റ്റീവ് റേഡിയോ സൗകര്യം ഇനിയിപ്പോ ഉണ്ടാവില്ല. ഇനിയിപ്പോ ഒന്ന് കയറി കഴിഞ്ഞാൽ നാണക്കേടല്ലോ എന്ത് കേട്ടില്ല കേട്ടില്ല. എന്ത് ദൈവത്തിന് പറഞ്ഞിട്ടില്ലേ? അതെന്താ പറഞ്ഞു? അത് നൈസായിട്ട് ഞാൻ ചുമ്മാ ചോദിച്ചു. ഞാൻ ഇതിനെന്താ ആക്ഷൻ ഒന്നും ഇല്ല, ഇങ്ങനെ ദൈവത്തിന് അണ്ടില്ലാത്തവരെന്ന് പറഞ്ഞതിന് അതില്ലേ നമ്മള് ലൈവില് ഡിസ്കസ് ചെയ്തല്ല. മൂപ്പര് പോയിട്ട് പറഞ്ഞ ഒരു ക്ലിപ്പൊക്കെ ചിലപ്പോ വരരുമായിരിക്കും. ഞാനത് എന്റെ സ്വന്തം ടീമിനെയാണ് പറഞ്ഞത്. അതിൽ ബിലാലിനെയാണ് അണ്ടില്ലാത്തതെന്ന് പറഞ്ഞു. മനസ്സിലായോ? അല്ല ബിലാലിനാണോ ഹോൾഡ് ആക്കിയത്?